ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് വിസ റിന്യൂവൽ ആണ്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ഞാൻ ദുബായിൽ വന്നത് 2 months ആയി. അപ്പോൾ വിസ ഇന്നാണ് തീരുന്നത്. അപ്പോൾ നമ്മൾ വേറൊരു കൺട്രിയിൽ പോയിട്ട് വിസ റിന്യൂ ചെയ്തിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. സോ അതിൻ്റെ വ്ളോഗാണെന്ന്. സോ ഗൈസ്, അപ്പം നമ്മൾ എയർപോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 6:30 കഴിഞ്ഞു, 6:45 ആയി. അഖിൽ ചേട്ടനാണ് എന്നെ എയർപോർട്ടിലേക്ക് ആക്കി തരണത്. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ടൈം വരുന്നത് 10:55 ആണ്. നമ്മൾ പിന്നെ നേരത്തെ പോയി ഇരിക്കണമല്ലോ അവിടെ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇനി എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, ബൈ ഗൈസ്. അപ്പം നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു വ്ളോഗ് ഇടുന്നത്. ഫസ്റ്റ് ഫ്ലൈറ്റ് ഒക്കെ ഞാൻ വ്ളോഗ് ഇടണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ പറ്റിയില്ല. ഇപ്പോഴാണ് ഒരു വ്ളോഗ് ഇടാൻ പറ്റിയത്. സോ ഗൈസ്, ഇനി മുതൽ മാക്സിമം ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു അപ്ലോഡ് ദ വ്ളോഗ്സ്. അപ്പം ഞാനൊരു 7 ആയപ്പോഴത്തേക്കും എയർപോർട്ടിലെത്തി. 7:40 നമുക്ക് ചെക്ക് ഇൻ ചെയ്യാനുള്ള ടൈം. അങ്ങനെ ചെക്ക് ഇൻ ചെയ്ത് പിന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ചോക്ലേറ്റിൻ്റെ ക്രോയിസൻറ്റ് കഴിച്ചു. അങ്ങനെ എനിക്ക് രാവിലെ തന്നെ മധുരം ഇഷ്ടമില്ലാത്ത ആളാണ്, പക്ഷേ എനിക്ക് എന്തോ അറിയില്ല, ഈ ക്രോയിസൻറ്റ് നല്ല ഇഷ്ടമാണ്. ചീസിൻ്റെ ഫ്ലേവർ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല, ബട്ട് ഇത് അടിപൊളിയായിരുന്നു. അങ്ങനെ ക്രോയിസൻ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ F6 എൻ്റെ ഗേറ്റ് നമ്പർ ആയിരുന്നു, അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഒരുപാട് പേര് വിസ റിന്യൂവലിന് വന്നിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് 2 അടിപൊളി കൂട്ടുകാരെ കിട്ടി. ബസ്സിലോട്ട് കയറാൻ പോവാണ്. ഗൈസ്, എനിക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടി ഗൈസ്, ലക്ഷ്മി ആൻഡ് ഹസീബ. ഞങ്ങൾ 3 പേരും യാത്ര ചെയ്യാൻ പോകും. ബൈ ബൈ. എങ്ങോട്ടാ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങ് ദൂരെ, മലേഷ്യ അല്ല, ഇറാൻ. ഞങ്ങൾ 3 പേരും ഫ്ലൈറ്റിൽ കയറിയപ്പോൾ പ്ലാൻ ഇട്ടാണ് കയറിയത്, നമുക്ക് സീറ്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഒരുമിച്ചിരിക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് നടന്നില്ല, സീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ 3 പേരും 3 സീറ്റിലായിരുന്നു ഉദ്ദേശിച്ചത്. അങ്ങനെ കിട്ടിയ സീറ്റിൽ കയറി സെറ്റായി ഇരുന്ന് നമുക്ക് അവരൊരു മിനി വാട്ടർ ബോട്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് നമുക്ക് ഫുഡും പ്രൊവൈഡ് ചെയ്തായിരുന്നു. അപ്പം തന്നെ നമുക്കൊരു ചിക്കൻ്റെ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു, പിന്നെ ഫ്രഞ്ച് മയോണൈസ് ഒരു സോസ് പോലത്തെ ഒരു സംഭവമായിരുന്നു, പിന്നെ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വെറ്റ് ടിഷ്യൂ, സ്ട്രോ, നൈഫ്, ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒരു പെപ്സിയും കൂടെ ഉണ്ടായിരുന്നു. സാൻഡ്വിച്ച് ആദ്യം തന്നെ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ കൂടെ കിട്ടിയ ഒരു സോസ് ഒഴിച്ച് കഴിച്ചപ്പോഴായിരുന്നു പിന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് ഇറാനിയൻ സ്റ്റൈലാണ്, ഒരു ഫ്ലേവറും ഇല്ലാത്ത ചിക്കനായിരുന്നു ഉള്ളിലുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഞാനൊരു പെപ്സിയും കൂടെ എടുത്ത് കുടിച്ച്. പിന്നെ ഫ്ലൈറ്റിൽ ഭയങ്കര ചൂടായിരുന്നു, AC നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ 6 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ വേഗം എത്തിയായിരുന്നു, ലാൻഡ് ചെയ്തായിരുന്നു. ഭയങ്കര ചൂട്. ദുബായിയുടെ അത്രയും വെയിലില്ല പോലെ ഒരു ട്രാവലും ഞാൻ ഇതുവരെ. എന്താ ചൂടായിരുന്നില്ല, ചൂട് ഫ്ലൈറ്റ് കോംപ്ലിമെന്ററി ആയിട്ട് ഫുഡ് തന്നിട്ട് ചൂടെത്തിരുന്ന മക്കള്. ഗൈസ്, വി ആർ ഹിയർ ഇൻ കിഷ് എയർപോർട്ട്, അതായത് ഇറാനിലെത്തി. നമ്മള് ഇവിടെ വീഡിയോ എടുക്കാൻ തന്നെ പേടിയാവുന്നത് ഗൈസ്. പറ എക്സ്പീരിയൻസ് പറ. ഞാൻ തിന്നിട്ട് പറ എക്സ്പീരിയൻസ് പറ. നമ്മളിവിടെ തലയിൽ ഡ്രസ് തുണി ഇടാതെ, മീൻസ് എന്താ പറയുക, സ്കാർഫ് ഇടാണ്ട് നമുക്കിവിടെ അലൗഡ് അല്ല. അതിലാണ്ട് എനിക്കില്ലാത്തതുകൊണ്ട് ഞാനിപ്പം ഇവിടെ ഹൂഡി വാങ്ങിച്ചിട്ടേക്കുവാണ്. നമുക്കിവിടെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് വരിക. പിന്നെ അതിൽ ചിരിക്കാൻ പാടില്ല, എന്താ നടക്കാൻ പോണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഒരു ജയിലിൽ നമ്മൾ ഇരിക്കുന്ന പോലെയുണ്ട് സത്യമായിട്ടും.
ഫ്രീ വൈഫൈ ഇല്ല, വൈഫൈക്ക് വേണ്ടി കെഞ്ചണം. പിന്നെ നമ്മൾ എൻട്രി ആകുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് അവർ വാങ്ങിച്ചു വെക്കും. എന്തിന് വാങ്ങുന്നു, ഏതിന് വാങ്ങുന്നു ഒന്നും നമുക്ക് ചോദിക്കാൻ പാടില്ല. അവർ വാങ്ങിച്ചു വെച്ചു. എന്നിട്ട് അവർ ബാക്കിലത്തെയും ഫ്രണ്ടിലത്തെയും ഡോറ് പൂട്ടി. താഴൊക്കെ ഇട്ട് പൂട്ടി. സത്യമായിട്ടും പേടിയോട്ട്. അത് കുഞ്ഞ് എയർപോർട്ടല്ലേ. അപ്പം നമ്മൾ ഇവിടെ വന്നിരിക്കണേണ്. ഇനി കുറേ നേരം ഇങ്ങനെ വെറുതെ ഇരിക്കണം. ഓരോരുത്തർ ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഫ്രീ ആയിട്ടിരിക്കുന്നത് നമ്മളൊരു ലെഗ് പീസൊക്കെ കഴിക്കാമെന്ന് കരുതി. അതെ, ഇനി 3:30 ഫ്ലൈറ്റ്. ഇനി വിസ വന്നാൽ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. അതാണ് കോമഡി ഗൈസ്. ഇവർക്ക് രണ്ടുപേർക്കും വിസ വന്ന് എനിക്കാണ് വരുന്നത്. എനിക്കിവിടെ വിസ വന്നു. ഇവിടെ വന്നപ്പോൾ ഈ കുട്ടിക്ക് എനിക്ക് മാത്രമേ വിസ വരാത്തുള്ളതുകൊണ്ട് എനിക്ക് കിട്ടിയാലേ ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ കിട്ടിയില്ലേ അവിടെ ഇരിക്കും. അപ്പൊ നമ്മൾക്ക് ടെൻഷൻ അടിച്ച പോലെയല്ല, നമ്മുടെ വിസയൊക്കെ എത്തിയിട്ടുണ്ട്. എന്റെ വിസ കിട്ടി, ഇവരെ നേരത്തെ കിട്ടിയതാണ് ഗൈസ്. ഇവരൊക്കെ പരിചയപ്പെട്ടതാണ്. ഇവരൊക്കെ നമ്മൾ ഇവിടെ നിന്ന് പരിചയപ്പെട്ടതാണ്. എല്ലാരും കേരള, ഫ്രം കേരള. കാണാം ദുബായിൽ. ഹായ് പറ, ഹായ് ഹായ് ബൈ. അതെ, ഗൈസ് വന്നപ്പോ കുറച്ച് പേടി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാവരുടെയും പേടി പോയി. ഇപ്പൊ ചില്ലായി. കാരണം വൈബായി. അല്ല, കേരളത്തിൽ നിന്ന് ഇറക്കിയ ചിപ്സ്. ഒരുപാട് മലയാളീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റിയും നല്ല സ്വഭാവം എല്ലാവരും. പ്രത്യേകിച്ച് എന്താ പറഞ്ഞു, ഇതും കൂടി പൊക്കിക്കോ. ഞാൻ ഗൈസ്, അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞ് ബോർഡിംഗ് പാസ്, വിസ എല്ലാം കിട്ടി ഇപ്പോൾ ഇവിടെ ഇരിക്കണേണ്, വെയിറ്റ് ചെയ്തിരിക്കണേണ്. 3:20 ഫ്ലൈറ്റ്. ഇപ്പം എത്ര മണി? 2:31. 1 മണിക്കൂറില്ല. അപ്പോൾ എന്തായാലും നീ ചേട്ടാ ഈ ഒരൊറ്റ ദിവസത്തെ ട്രിപ്പ് കൊണ്ട് ഇത്രയും പേരെ കാണുമെന്നോ അല്ലെങ്കിൽ ഇത്രയും പേരെ പരിചയപ്പെടുന്നോ ഒന്നും വിചാരിച്ചില്ല. എല്ലാവരും അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി പോയപ്പോഴുള്ള സെയിം ഫുഡ് തന്നെയാണ് നമ്മൾക്ക് വന്നപ്പോഴും കിട്ടിയത്. സോ നമ്മൾ ഇന്ന് തന്നെ ദുബായിൽ പോയിട്ട് തിരിച്ചിന്ന് തന്നെ ദുബായിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വിസ റിന്യൂവൽ വ്ളോഗ്. അടുത്ത വ്ളോഗായിട്ട് തിരിച്ചു വരുന്നത് വരെ ടിൽ ദെൻ ബൈ ബൈ.